എൻ്റെ പേര് മാഗി തോമസ്. ഞാൻ പാലക്കാട് കല്ലടിക്കോട് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 31, 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് ഈ ഡിസംബർ 21 ഒരു ജൂൺ മാസമൊക്കെയാണ്. ആ സമയത്ത് എൻ്റെ ചേച്ചിക്ക് ഒരു മെഡിക്കൽ പുറത്തോട്ട് പോകുന്നതിനുള്ള ഒരു മെഡിക്കൽ ഉണ്ടായിരുന്നു. അപ്പം ആ മെഡിക്കലിന് അൺഫിറ്റ് വന്നു. ജസ്റ്റ് ഒരു സ്കാനിനകത്ത് ഒരു സ്ക്രാച്ച് വന്നിരിക്കുന്നു, അത് പെർമനൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനവർ ഒരു സെക്കൻഡ് ചാൻസ് തന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു, ആ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന്. അപ്പോൾ എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല ഈ സ്ഥലത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവരൊരു ചാൻസ് കൊടുക്കുകയും ആ ചാൻസിൽ അവർക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അവർക്കൊരു കാര്യം അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു സ്ക്രാച്ചോ ഒന്നും കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും എനിക്ക് കിട്ടിയ അനുഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു 6 മാസം വൈകി. കാരണം ഞാൻ അന്ന് തൊട്ടിട്ട് ഞാൻ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനും ധ്യാനവും ഒക്കെ കൂടുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഇച്ചിരി ഭയമുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഉടമ്പടി എന്ന് പറയുമ്പം അത് നമ്മൾ എടുക്കുകയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പകുതി വഴിക്ക് നിർത്തിപ്പോയാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഓർത്തുകൊണ്ട് ഞാൻ ഇച്ചിരി എടുക്കാനൊക്കെ ഇച്ചിരി പിൻവലിഞ്ഞായിരുന്നു നിന്നത്. പക്ഷേ ഞാൻ വന്നു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ IELTS കിട്ടുന്നതാണ്. അപ്പം ഞാൻ IELTS ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എക്സാം. പക്ഷേ എനിക്ക് എക്സാം എഴുതുമ്പം ഞാൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കും, പക്ഷേ എനിക്ക് കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെബ്രുവരി 11 എക്സാം എടുത്തത്. അപ്പോൾ ആ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴും ഞാൻ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. കാരണം ഇച്ചിരിയും കൂടെ പഠിച്ചിട്ട് എക്സാം എഴുതാം, അങ്ങനെ ഒരു ധാരണയിലായിരുന്നു ഞാൻ എടുക്കാനായിട്ട് വിചാരിച്ചത്. അപ്പം എൻ്റെ അമ്മയും എൻ്റെ ഈ ഉടമ്പടി എനിക്ക് കുറിച്ച് പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ടും പറഞ്ഞു, ഫെബ്രുവരി 11 തന്നെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എടുത്തു. എക്സാം എഴുതിയപ്പോഴാണ് അതിനേക്കാളും ഭയങ്കര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം. എസ്പെഷ്യലി റീഡിങ്ങിൻ്റെ ഒരു 14 ക്വസ്റ്റ്യൻ എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ല, പാസേജ് വായിക്കാൻ പറ്റില്ല. കുറച്ച് ഭാഗം ഞാൻ ആൻസേഴ്സ് മാത്രം നോക്കിയിട്ട് ഉത്തരം എഴുതി. പിന്നെ കുറച്ച് ഭാഗം ഞാൻ കാശുരൂപം പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ABCD ഓപ്ഷൻസ് മാത്രം എഴുതി വയ്ക്കുക ചെയ്തത്. എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ കാശുരൂപം പിടിച്ചു, ഫുൾ ടൈം പരീക്ഷ എഴുതി. പിന്നെ ആണെങ്കിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ ഞാൻ എന്നും കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെയായിരുന്നു തോന്നിയത്. അപ്പം ഞാൻ ഫുൾ ടൈം എനിക്ക് അറിയത്തില്ല, ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി എന്തൊക്കെയോ ഞാൻ എഴുതി കൂട്ടി വെച്ചു. എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് പറ്റിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കേട്ടതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചു ഞാൻ. അപ്പം ഞാൻ പിന്നീട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു ഭയമായിരുന്നു. കാരണം ഇനി ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് മോശമല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത അറ്റംപ്റ്റ് കിട്ടാനുള്ള ഒരു ഇത് കൊട്ട് പക്ഷേ എനിക്ക് ഉടമ്പടി ഞാൻ എടുത്തിരിക്കുന്നതാണ്. പക്ഷേ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അടുത്ത ഒരു എക്സാമിനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടണമേ എന്ന് മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ ആ തവണ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ എക്സാം എനിക്ക് പാസ്സായി. അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും ഞാൻ ഒരിക്കലും കിട്ടുകയില്ലെന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിലായിരുന്നു എനിക്ക് ഏറ്റവും ഹൈ സ്കോർ കിട്ടിയത്. അതാണ് എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഒന്നാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് പ്രോസസ്സിങ്ങിനെ കുറിച്ച് എനിക്ക് പിന്നീട് അധികം ഒന്നും ടെൻഷൻ അടിക്കേണ്ടിയോ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയോ വന്നിട്ടില്ല. കാരണം ഓരോ സമയത്ത് ഞാൻ ടെൻഷൻ അടിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു വരുമായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ പൈസയുടെ കാര്യങ്ങളാണെങ്കിൽ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ അതിൻ്റെ മെയിൻ ആളിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണാനും, അപ്പം എഡ്യൂക്കേഷന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരത് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കുകയും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനായി. അത് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വരുന്നത് ഓഗസ്റ്റ് 21 അന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത്. അത് മാതാവ് തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് വന്നപ്പം ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് എഴുതി വെച്ചായിരുന്നു, ഒക്ടോബർ 28 മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകണം. അതുപോലെ ഒക്ടോബർ 27 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് തൊട്ടിട്ട് വിസ അപ്രൂവൽ ആകും, അത് സ്റ്റാമ്പിങ്ങിന് അയക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ ഇനി ഡിസംബർ 28 കാനഡയ്ക്ക് പോവാണ്.
പിന്നെ എൻ്റെ അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റോഡ് ഫിയർ ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ ഇത് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഞാൻ രണ്ട് തവണ എഴുതി, കിട്ടിയില്ല. എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ റോഡ് കിട്ടുന്നില്ല. കാരണം ഒരു തവണ ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്തപ്പം ഒരു വണ്ടി വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. അപ്പം അത് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ വിചാരിച്ചു, പിന്നീട് എനിക്ക് ഭയങ്കര, അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൂടെ വരുന്ന വണ്ടി കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം എനിക്ക് എന്ത് ചെയ്തിട്ടും ഈ ടെസ്റ്റ് പാസ്സാകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് എൻ്റെ തേർഡ് എക്സാമിൻ്റെ അന്ന് എനിക്ക് എൻ്റെ എക്സാം മാറ്റി വെച്ചു. അപ്പം അന്ന് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ ദിവസം അച്ഛൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, നമ്മൾ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ആ പരീക്ഷയ്ക്ക് പോയപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും കൊന്തയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലി ഞാൻ അവിടെ എക്സാമിന് പോയി. അന്ന് എനിക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ എക്സാം എഴുതി എനിക്ക് പാസ്സാകാൻ പറ്റി. ഒക്കെയാണ്. പിന്നെ എൻ്റെ ഉടമ്പടി ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എന്നും എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആ സ്ഥലത്ത് ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ അറിയാവുന്നവർ കുറച്ച് പേർക്കൊക്കെ ഇതിൻ്റെ സ്റ്റോറീസ് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്കറിയാവുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു പത്രവും ഞാൻ വെറുതെ കൊടുത്തിട്ടില്ല. മാക്സിമം ഞാനത് പറഞ്ഞു കൊടുക്കാൻ, ഇപ്പം ആർക്കെങ്കിലും അറിയാവുന്നവരാണ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അവർക്ക് കൊടുക്കാതെ തന്നെ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം ഞാൻ എൻ്റെ രോഗി സന്ദർശനം, അതുപോലെ തന്നെ അനാഥമന്ദിരത്തിൽ പോയി അവരെ സഹായിക്കുകയും, അങ്ങനെ എന്നെ പറ്റുന്ന പോലെ എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹെൽപ്പ് വേണം, കാരണം എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ രോഗി സന്ദർശനവും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഉടമ്പടി ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ഞാനിത് അനലൈസ് ചെയ്യും. കാരണം ഓരോ വീക്കും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമേ അറിയുന്നത്. അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാക്ഷ്യം കാണുകയും ധ്യാനം കൂടുകയും അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ചെയ്തതും എങ്ങനെയാണ് ഈ ഉടമ്പടി കൂടുതൽ പവർഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുമ്പോഴും അവിടെയെല്ലാം നമുക്ക് സൗമ്യമായിട്ട് അവരോട് ഡീല് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ. കാരണം നമ്മൾ കുറച്ച് നാളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ആൾക്കാർ ഒത്തിരി നെഗറ്റീവ്സ് പറയും. പക്ഷേ അതിനെയൊക്കെ നമുക്ക് സൗമ്യമായിട്ട് ആ സമയത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങളും എൻ്റെ മനസ്സിലോട്ട് എനിക്ക് ഓർമ്മപ്പെടുത്തി കൊണ്ടുവരും. അപ്പം എനിക്ക് ഇവരോടൊന്നും ഒരു നെഗറ്റീവായിട്ട് തിരിച്ചു പറയാനോ അവരുടെ ആ അഭിപ്രായത്തിന് പോസിറ്റീവായിട്ട് തന്നെ അംഗീകരിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ പറ്റുന്നത് തന്നെ എൻ്റെ മറ്റൊരു സാക്ഷ്യമാണ്. കാരണം എനിക്കൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് ആത്മധൈര്യത്തോടെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ സാധിക്കണമേ എന്ന്. അപ്പം മാതാവ് എനിക്ക് എൻ്റേതായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റിയെന്ന് ഞാൻ സാധിക്കുന്നു. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. സാക്ഷ്യം നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത്, കർത്താവാണ് നമ്മുടെ ബലം എന്ന് ഹബക്കുക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിലെ 19-ാം വാക്കിൽ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ തളർന്നു പോയാലും കർത്താവാണ് എൻ്റെ ബലമെന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിലും കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കും നമ്മളെ തകർക്കുവാൻ കഴിയില്ല എന്നുള്ള വചനത്തിൻ്റെ ഒരു വെളിച്ചം ഇതിലുണ്ട്. ഈ മകളുടെ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ട്. ഒന്നാമത്തേത്, ഒരു ധൈര്യം ലഭിച്ചുവെന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് മകൾ പറയുന്നത്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് പോലും മറ്റൊരു സാക്ഷ്യമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇവിടെ നേരത്തെ പറയുമ്പോഴും ഒരു പ്രാവശ്യം നമ്മളിത് പറയുന്നതിന് ശേഷമാണ് ഈ അൾത്താരയിൽ പറയുന്നത്. അപ്പോഴും പറയുന്നത് എനിക്ക് ടെൻഷൻ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതിയാണ് വന്ന് നിൽക്കുന്നതും. അപ്പം ഈ ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ മകൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് പറയുന്ന സമയത്തും ദൈവം ആ പരീക്ഷ ജയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സത്യം, നിൻ്റെ കഴിവിനല്ല നീ ആശ്രയിക്കേണ്ടത്, എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് ഈ മകളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ആ മകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, സാക്ഷ്യങ്ങൾ ഏതോ ഒരു കൂട്ടുകാരിയാണ്
ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുമ്പോൾ ആ സാക്ഷ്യങ്ങൾ കൂട്ടുകാരിയുമായിട്ട് ചേർന്ന് എന്താണ് ഇതിൽ ഇനി നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു അതൊരു പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അവർ റെക്ടിഫൈ ചെയ്യും, അവർ ഇതുവരെ ജീവിച്ച്. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. ഈ റെക്ടിഫിക്കേഷൻ തന്നെയാണ് ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛനും ഉടമ്പടി ആരാധനയിൽ ചെയ്യുന്നത്. ഉടമ്പടി എങ്ങനെയാണ് ചെയ്തത്, അതിൽ ക്ലാരിഫിക്കേഷൻ നടത്തുന്നു. ഇങ്ങനെ ചെയ്താൽ നന്മയാകും എന്ന് മാതാവ് സാക്ഷ്യങ്ങളിലൂടെ നൽകുന്ന, അപ്പം അങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. അതും ഒരു നന്മയുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിൽ മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥനയും ദിവ്യബലിയും മുടക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തൻ്റെ ഈ തിരക്കിട്ട സമയത്തും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്തുന്നു. അല്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോവുകയല്ല, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് സ്വീകരിക്കുന്ന ഉറപ്പുള്ളവർക്ക് മാത്രം തൻ്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നൽകുന്ന പത്രം നൽകുന്നു. അപ്പം ഇതിലൊക്കെ ഒരു സീരിയസ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഉടമ്പടി ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ദൈവത്തെ ഒരാൾ എടുക്കാൻ തുടങ്ങുമ്പം ദൈവവും നമ്മുടെ കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള വലിയൊരു സാക്ഷി മകളുടെ ജീവിതത്തിൽ തൻ്റെ ഈ ചെറുപ്പകാലത്ത് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഈ മകൾക്ക് നൽകുവാൻ ഉടമ്പടി ജീവിതം ഇനിയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.